Hello everyone, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? I keep getting request on doing NCLEX videos. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു NCLEX റിലേറ്റഡ് ആയിട്ടൊരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആയിട്ട് തുടങ്ങാമെന്ന്. അപ്പോൾ in future I will be doing more NCLEX related videos and let me know how that goes. If you like it, do share, like and subscribe. Okay? അപ്പം അതുപോലെ തന്നെ നിങ്ങൾ കമൻസും കൂടെ അയയ്ക്കുക. എനിക്കിത് കൂടുതലും ചെയ്യാൻ പിന്നെയും തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കമൻറ്റ്സ് നിങ്ങൾ എഴുതുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് വേറെ ഒന്നുമല്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇൻസുലിനെ പറ്റിയാണ്. ഓക്കെ, ഇൻസുലിൻ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇൻസുലിൻ ഇസ് ഗിവൻ ടു പേഷ്യൻസ് ഹു ആർ ഡയബറ്റിക് അല്ലേ? അപ്പോൾ ഇൻസുലിനിൽ പല ടൈപ്പ് ഇൻസുലിൻ ഉണ്ട്. റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ ഉണ്ട്, ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിൻ ഉണ്ട്, പിന്നെ ലോങ് ആക്ടിങ് ഇൻസുലിൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ പല ടൈപ്പ് ഇൻസുലിൻ ഉണ്ട്. ഇൻസുലിൻ്റെ ഡോസേജസ്, അതുപോലെ തന്നെ പീക്ക് ടൈം, ഓൺസെറ്റ് എന്ന് പറയുമ്പോൾ വാട്ട് ടൈം ഇറ്റ് സ്റ്റാർട്ട്സ് വർക്കിംഗ്, എത്ര നേരം വരെ അത് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. സോ ഐ വിൽ ഡിസ്കസ് അബൌട്ട് ദാറ്റ് ഇൻ ഡിഫറെൻറ്റ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ജസ്റ്റ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ യു മിക്സ് ഇൻസുലിൻ. ഓക്കെ, അപ്പം ഇത് ഭയങ്കരമായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നഴ്സിംഗ് സ്കില്ലാണ്. കാരണം നിങ്ങൾ ഒരു യൂണിറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു നോ ഹൗ ടു ഡ്രോ ഇൻസുലിൻ. ഓക്കെ, ഇൻസുലിൻ കറക്റ്റായിട്ട് ഡ്രോ ചെയ്യാനും അതുപോലെ കറക്റ്റായിട്ട് അത് അഡ്മിനിസ്റ്റർ ചെയ്യാനും നിങ്ങളത് അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്ന യൂണിറ്റിൽ for sure you are going to get diabetic patients, okay, and you will get orders from the physician to give or to administer insulin. So before I start or before I show you how to draw insulin and how to mix them, ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കീ നോട്ട്സ് ആണ്. യു ഹാവ് ടു നോ ദ 5 hours. നമ്മൾ എപ്പോഴും മെഡിക്കേഷൻ ഒരു പേഷ്യൻറ്റിന് കൊടുക്കുമ്പോൾ നമുക്ക് 5 hours നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, വാട്ട് ഈസ് ദ ഫസ്റ്റ് hour? First is right patient. എപ്പോഴും always whenever you give medication you should see and you should verify that you are giving it to the right patient. ഓക്കെ, അപ്പോൾ അതായത് പേഷ്യൻ്റെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം നിങ്ങൾ വെരിഫൈ ചെയ്യുക, മെഡിക്കൽ റെക്കോർഡ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ, മേക്ക് ഷുവർ യു ഡു ദാറ്റ് ബിക്കോസ് എന്തെങ്കിലും ഒരു മെഡിക്കേഷൻ എറർ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം. സോ യു ആസ് നഴ്സസ് ഷുഡ് ബി വെരി കെയർഫുൾ. നെക്സ്റ്റ് ഇസ് റൈറ്റ് ഡ്രഗ്. ഓക്കെ, കറക്റ്റായിട്ടുള്ള ഡ്രഗ് നിങ്ങൾ കൊടുക്കണം. മേക്ക് ഷുവർ യു വെരിഫൈ ഇറ്റ് ബിഫോർ യു ഗിവ് ഇറ്റ് ടു ദ പേഷ്യൻറ്റ്. ദെൻ നെക്സ്റ്റ് ഇസ് ദ റൈറ്റ് ഡോസ്. റൈറ്റ് ഡോസ് പേഷ്യൻറ്റിന് എന്താണ് നിങ്ങൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? ഇപ്പോൾ ഡോക്ടർ ഓർഡർ ചെയ്യുക, യു ഹാവ് ടു ഗിവ് 10 units ഓഫ് റെഗുലർ ഇൻസുലിൻ ആൻഡ് 12 units ഓഫ് NPH ഇൻസുലിൻ. സോ മേക്ക് ഷുവർ ദാറ്റ് വട്ട് എവർ നമുക്ക് എന്താണ് ഓർഡർ തന്നേക്കുന്നത്, മേക്ക് ഷുവർ യു റീഡ് ഇറ്റ്, വെരിഫൈ ദ റൈറ്റ് പേഷ്യൻറ്റ് ആൻഡ് വെരിഫൈ ദ റൈറ്റ് ഡോസ്. നെക്സ്റ്റ് ഇസ് റൈറ്റ് റൗട്ട്. റൈറ്റ് റൗട്ട് എന്ന് പറയുമ്പം നമ്മൾ ഒരു മെഡിക്കേഷൻ കൊടുക്കുമ്പോൾ there are different types of routes, right? You can give medications orally, you can give medications IV, you can give medications IM, subcutaneous or intradermal. ഓക്കെ, അപ്പോൾ റൈറ്റ് റൗട്ട് ആണോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ദ ലാസ്റ്റ് വൺ ഇസ് റൈറ്റ് ടൈം. റൈറ്റ് ടൈം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി നിങ്ങൾ ഇൻസുലിൻ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള സമയത്ത് തന്നെ കൊടുക്കണം. മേക്ക് ഷുവർ ദാറ്റ് വെൻ യു ഗിവ് ഇൻസുലിൻ ദ പേഷ്യൻറ്റ് ഷുഡ് ഹാവ് ഫുഡ്. കാരണം നിങ്ങൾ ഇൻസുലിൻ കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻറ്റ് പെട്ടെന്ന് ഹൈപ്പോഗ്ലൈസിമിക് ആകും. സോ ഇൻ ദാറ്റ് സിറ്റുവേഷൻ യു ഹാവ് ടു മേക്ക് ഷുവർ പേഷ്യൻറ്റിന് food tray അവിടെ ഉണ്ട്. At the bedside there is food tray, and then make sure you give the insulin. Sometimes what happens is dietary people, they might give the food tray really late. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം പേഷ്യൻറ്റ് എന്തെങ്കിലും ഒരു സ്നാക്ക് ഓൺ ചെയ്യാനോ എന്തെങ്കിലും സം കൈൻഡ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഓർ സംതിങ് ഇസ് ദെയർ അറ്റ് ദ ബെഡ് സൈഡ്. കാരണം in case of any emergency when the patient has low sugar levels, അത് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഒരു സമയത്ത് ഞാൻ ICUവിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്കൊരു പേഷ്യൻറ്റ് ER ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണ്. വെരി യങ് വുമൻ, ഐ തിങ്ക് 35 years old ആയിരുന്നു. ഷീ വാസ് ഡയബറ്റിക്. അപ്പം ഇൻസുലിൻ എടുത്തു, പക്ഷേ ഐ തിങ്ക് ഷീ വെൻറ്റ് ഇൻ ടു ഹൈപ്പോഗ്ലൈസീമിയ ആൻഡ് ബ്ലഡ് ഷുഗർ വാസ് ഓൾമോസ്റ്റ് 20. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനാണ്. സോ മേക്ക് ഷുവർ യു ഡോണ്ട് ഹാവ് പേഷ്യൻസ് ബീങ് ഹൈപ്പോഗ്ലൈസിമിക്. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും പേഷ്യൻറ്റിന് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തിട്ട് മാത്രമേ
ഇൻസുലിൻ കൊടുക്കാവുള്ളൂ. ഓക്കെ, നോർമൽ ഗ്ലൂക്കോസ് ലെവൽ ഇൻ എ പേഴ്സൺസ് ബോഡി ഇസ് 70 to 110 mg/dl. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എനിക്കൊരു പേഷ്യൻ്റ് വരുവാണ്, ഇഫ് ഹിസ് ബ്ലഡ് ഷുഗർ ഇസ് 100, ഐ സ്റ്റിൽ വുഡൻ ഗിവ് ഇൻസുലിൻ. ഓക്കെ, ഞാൻ ഇൻസുലിൻ കൊടുക്കില്ല, കാരണം നമ്മൾ ഇൻസുലിൻ കൊടുത്തു കഴിഞ്ഞിട്ട് അത് പിന്നെയും ഷുഗർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. പക്ഷേ ഇഫ് ദ പേഷ്യൻ്റ് ഹാസ് ഫുഡ് അറ്റ് ദ സൈഡ് ഓഫ് ഹിസ് ബെഡ്, പേഷ്യൻറ്റിന് ഫുഡ് ആക്സസ് ചെയ്യാൻ പറ്റുവാണ് റൈറ്റ് ദെയർ ആൻഡ് ദെൻ, ആൻഡ് യു ഗിവിങ് ഇൻസുലിൻ, ഐ എം നോട്ട് വറീഡ് അബൌട്ട് ഇറ്റ്. കാരണം ഇൻസുലിൻ കൊടുത്തിട്ട് ബ്ലഡ് ഷുഗർ കുറഞ്ഞാലും പേഷ്യൻ്റ് ഹാസ് ഫുഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കണം. നമ്മൾ വെറുതെ ഫുഡ് ഇല്ലാതെ ഒരു ഇൻസുലിൻ കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻസ് ബ്ലഡ് ഷുഗർ ഡ്രോപ്സ് ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബിഗ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഇൻസുലിൻ കൊടുക്കാവുള്ളൂ. അപ്പം നമുക്ക് ഡെമോൺസ്ട്രേഷൻ തുടങ്ങാം അല്ലേ. എനിക്ക് ഇവിടെ രണ്ട് ഇൻസുലിനാണ് ഉള്ളത്. വൺ ഈസ് എ റെഗുലർ ഇൻസുലിൻ ആൻഡ് വൺ ഈസ് എ NPH ഇൻസുലിൻ. റെഗുലർ ഇൻസുലിൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ദിസ് ഈസ് like the real regular insulin, how it looks like in your hospitals. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഇതുപോലെയൊക്കെയാണ് റെഗുലർ ഇൻസുലിൻ കാണുന്നത്. ഓക്കെ, ആൻഡ് ഐ എം ഗോയിങ് ടു ഫോക്കസ് ഇറ്റ് ഇൻ എ ലിറ്റിൽ ബിറ്റ്. ഓക്കെ, പിന്നെ ദിസ് ഈസ് യുവർ NPH. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. എൻ്റെ കയ്യിൽ NPH ഇൻസുലിൻ ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ, അതുകൊണ്ട് ഞാൻ NPH ഞാനൊന്ന് ഉണ്ടാക്കി. ലൈക്ക് ഐ മെയ്ഡ് ഇറ്റ് ക്ലൗഡി ആൻഡ് ഇവിടെ NPH എഴുതിയിട്ടുണ്ട്. ബട്ട് ദിസ് ഇസ് നോട്ട് എ റിയൽ NPH. ഓക്കെ, ആൽക്കഹോൾ പാഡ് ഉണ്ട് റൈറ്റ് ദർ, ആൻഡ് ദിസ് ഈസ് യുവർ ഇൻസുലിൻ syringe. Okay, so I'll show you exactly how you should be drawing ഇൻസുലിൻ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ മിക്സ് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ സിറിഞ്ചിൽ മിക്സ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, അതിൻ്റെ ഒരു ടെക്നീക്ക് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഓൾ റൈറ്റ് എവ്രി വൺ. അപ്പം നമുക്ക് ഡെമോൺസ്ട്രേഷനിലേക്ക് കടക്കാം അല്ലേ. സോ ലെറ്റ് മീ ഷോ യു വാട്ട് എക്സാക്ട്ലി ഐ ഹാവ് ഗ്ലവ്സ്, ആൽക്കഹോൾ സ്വാബ്, പിന്നെ ഇൻസുലിൻ സിറിഞ്ച്. ഓക്കെ, കാണാമല്ലോ നിങ്ങൾക്ക് ഇൻസുലിൻ സിറിഞ്ച്. പിന്നെ നമ്മുടെ ഇൻസുലിൻ, വൺ ഈസ് എ റെഗുലർ ഇൻസുലിൻ. ദിസ് എക്സാക്ട്ലി ഹൗ യു വിൽ ഫൈൻഡ് ഇൻ ഹോസ്പിറ്റൽസ്. പിന്നെ എൻ്റെ കയ്യിൽ NPH ഇൻസുലിൻ ഇല്ലായിരുന്നു, സോ ഐ ജസ്റ്റ് മെയ്ഡ് വൺ. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യുവർ NPH വിൽ ലുക്ക് ലൈക്ക്. ക്ലൗഡി ആയിരിക്കും. ഓക്കെ, ക്ലൗഡി ആയിരിക്കും. ആൻഡ് ദ റെഗുലർ ഇൻസുലിൻ വിൽ ലുക്ക് ക്ലിയർ. കണ്ടോ, പച്ചവെള്ളം പോലെ ഇരിക്കും. ഇത് ക്ലൗഡിയാണ്. So the way it goes is, how are you going to mix these two insulin? ഇതിനൊരു ടെക്നിക്ക് ഉണ്ട്. You have to go by this rule. അപ്പോൾ ആദ്യം you will draw clear insulin and then you will draw cloudy insulin. Okay, don't mix it up. Cloudy to clear ആക്കരുത്. Always clear to cloudy. Okay, the way I remember it is, നമ്മൾ മഴ പെയ്യുന്നേക്കാൾ മുമ്പ് എങ്ങനെയായിരിക്കും ക്ലൗഡ്? ഇറ്റ്സ് ഗോയിങ് ടു ബി ക്ലിയർ, റൈറ്റ്? ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ക്ലൗഡി ആയിട്ടാവും. ക്ലൗഡി ആയി കഴിഞ്ഞിട്ടാണ് മഴ പെയ്യുന്നത്. സോ സെയിം ടെക്നിക്ക് ഈസ് വാട്ട് ഐ യൂസ് ടു റിമെമ്പർ. ക്ലിയർ ടു ക്ലൗഡി സ്കൈ വിൽ ഗിവ് യു റെയിൻ, റൈറ്റ്? അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ മേക്ക് ഷുവർ ദാറ്റ് യു വെരിഫൈ ദ പേഷ്യൻസ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ, കറക്റ്റായിട്ടുള്ള പേഷ്യൻ്റ് ആണോ ഇല്ലയോ എന്ന് നോക്കണം. പിന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള മെഡിക്കേഷൻ, കറക്റ്റായിട്ടുള്ള ഡോസ് വെരിഫൈ ചെയ്യണം. ഓക്കെ, നൗ ലെറ്റ് മീ ഗിവ് യു എൻ എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പേഷ്യൻ്റ് ഉണ്ട് ആൻഡ് ദ ഫിസിഷ്യൻ ഹാസ് ഓർഡേഡ് 10 units ഓഫ് റെഗുലർ ഇൻസുലിൻ ആൻഡ് 14 units ഓഫ് NPH. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യാൻ പോകുന്നത്? സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഡോസേജ്. 10 units of regular insulin plus 14 units of NPH will give you 24 units of insulin. Total units എന്ന് പറയുമ്പോൾ 24 units അല്ലേ. അപ്പോൾ നമ്മളത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് ഹാൻഡ് ഹൈജീൻ. ഓക്കെ, വാഷ് യുവർ ഹാൻഡ്സ് ഓർ യു ക്യാൻ യൂസ് ഹാൻഡ് സാനിറ്റൈസേഴ്സ്, whatever is appropriate for you. നിങ്ങൾക്ക് എന്താ കൺവീനിയൻറ്റ് എന്ന് വെച്ചാൽ അത് നോക്കുക. അത് ഹാൻഡ് ഹൈജീൻ കഴിഞ്ഞിട്ട് വെയർ യുവർ ഗ്ലവ്സ്. അപ്പോൾ നമുക്ക് ഗ്ലൗസൊക്കെ ആയി. ഗ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് യു ആർ ഗോയിങ് ടു യൂസ് യുവർ ആൽക്കഹോൾ സ്വാബ്. ഇതാണ് ആൽക്കഹോൾ സ്വാബ്. നമ്മൾ യൂസ് ചെയ്യുക, എടുക്കുക. ആൻഡ് ദെൻ യു ക്ലീൻ. ഇത് ക്ലീൻ ചെയ്യണം നമ്മൾ ആദ്യം. അറ്റ്ലീസ്റ്റ് 5 to 10 seconds each. You can use 2 different swabs or you can use one single swab for both of them. Okay,
നമ്മൾ സ്വാബ് ചെയ്തു. Now it's the next one. ഓക്കെ, now ഇത് ക്ലീൻ ചെയ്ത് വെച്ചല്ലോ. ഇനി അടുത്തത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നതാണ് ഇൻസുലിൻ സിറിഞ്ച്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും ഇൻസുലിൻ സിറിഞ്ച്. നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഇൻസുലിൻ സിറിഞ്ചിൽ ഇത് നിങ്ങൾ കാലിബ്രേറ്റഡ് ആയിട്ട് നിങ്ങൾ കാണുന്നില്ലേ, ഇത് 100 യൂണിറ്റ്സ് ആണ്. ദിസ് ഇസ് 100 യൂണിറ്റ്സ്. അപ്പോൾ പല ടൈപ്പ് ഓഫ് ഇൻസുലിൻ സിറിഞ്ചസ് ഉണ്ട്. യു ക്യാൻ ഗെറ്റ് 50 യൂണിറ്റ്സ് ഓഫ് ഇൻസുലിൻ സിറിഞ്ചസ്, യു ക്യാൻ ഗെറ്റ് 100 യൂണിറ്റ്സ് ഓഫ് ഇൻസുലിൻ സിറിഞ്ചസ്. ഓക്കെ, അപ്പം നിങ്ങളത് നോക്കിയിട്ട് വേണം മെഡിക്കേഷൻ ഡ്രോ ചെയ്യാൻ. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി ഇത് ക്ലീൻ ചെയ്തു. സോ നൗ ഫസ്റ്റ് നമുക്ക് എന്താണ് ഓർഡർ കിട്ടിയിരിക്കുന്നത്? ഡോക്ടർ ഓർഡർ തന്നത് ഇതാണ്, 14 യൂണിറ്റ്സ് ഓഫ് NPH ആൻഡ് 10 യൂണിറ്റ്സ് ഓഫ് റെഗുലർ ഇൻസുലിൻ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ NPH എടുത്തിട്ട് ഡോണ്ട് ഷേക്ക് ഇറ്റ്. ഷേക്ക് ചെയ്യരുത്, കാരണം നിങ്ങൾ ഷേക്ക് ചെയ്യുമ്പം യു വിൽ ഹാവ് എയർ ബബിൾസ് ഇൻ ഇറ്റ്. എയർ ബബിൾസ് വന്നു കഴിഞ്ഞാൽ യു വോണ്ട് ബി ഏബിൾ ടു ഫിൽ ദി ആക്യുറേറ്റ് എമൗണ്ട് ഓഫ് ഇൻസുലിൻ ഇൻ ദ സിറിഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യും ലൈക്ക് ദിസ്. ഓക്കെ, ഫോർ ലിറ്റിൽ ബിറ്റ് നമ്മളിങ്ങനെ ചെയ്യും. നിങ്ങൾ ഷേക്ക് ചെയ്യരുത് കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇൻ ബിറ്റ്വീൻ യുവർ പാം ജസ്റ്റ് റൊട്ടേറ്റ് ദ വയൽ ലൈക്ക് ദിസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് 14 യൂണിറ്റ്സ് ആണല്ലോ NPH ഓർഡർ ചെയ്തേക്കുന്നത്. സോ ദിസ് ഇസ് യുവർ സിറിഞ്ച്. അപ്പോൾ 14 യൂണിറ്റ്സ് ജസ്റ്റ് നമ്മളിങ്ങനെ ഡ്രോ ചെയ്യുക. ഓക്കെ, 14 യൂണിറ്റ്സ് ഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് സിമ്പിൾ എയർ ആണ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. ഓക്കെ, ദെൻ you insert this here and you just insert that amount of air in the NPH. okay, അത് കഴിഞ്ഞിട്ട് നമുക്ക് 10 യൂണിറ്റ്സ് ഓഫ് റെഗുലർ ഇൻസുലിൻ ആണ് വേണ്ടിയത്. സോ യു ഡ്രോ അഗെയിൻ 10 യൂണിറ്റ്സ് right there. 10 യൂണിറ്റ്സ് നമ്മൾ എടുക്കുക. let me try to show it to you. 10 യൂണിറ്റ്സ് ഇപ്പോൾ കാണാൻ പറ്റുമോ? ഓക്കെ, ഇങ്ങനെ ഇരിക്കും കണ്ടോ, സിറിഞ്ച് കണ്ടില്ലേ, 100 യൂണിറ്റ്സ് വരെ ഉണ്ട്. അപ്പോൾ ഞാൻ 10 യൂണിറ്റ്സ് ഡ്രോ ചെയ്തു. 10 യൂണിറ്റ്സ് ഇതാണ് ഇതിൻ്റെ നീഡിൽ കണ്ട. 10 യൂണിറ്റ്സ് ഡ്രോ ചെയ്തിട്ട് ഇത് നമ്മൾ ഇതാണ് റെഗുലർ ഇൻസുലിൻ, ഇതിൻ്റെ അകത്ത് നമ്മളങ്ങ് ഇൻസേർട്ട് ചെയ്യുക. കണ്ട, റെഗുലർ ഇൻസുലിൻ നമ്മൾ 10 യൂണിറ്റ്സ് ഇൻസേർട്ട് ചെയ്ത് കണ്ടോ. എന്നിട്ട് നമ്മൾ ഈ സിറിഞ്ച് എടുക്കൂല. ഓക്കെ, യു ജസ്റ്റ് ഇൻവേർട്ട് ദ റെഗുലർ ഇൻസുലിൻ ലൈക്ക് ദാറ്റ്. 10 യൂണിറ്റ്സ് ഇതിൻ്റെ അകത്തങ്ങ് വിഡ്രോ ചെയ്താൽ മതി. ഞാനിത് വിഡ്രോ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. Now remember, നമുക്ക് ടോട്ടൽ യൂണിറ്റ്സ് നമ്മൾ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? വി കാൽക്കുലേറ്റഡ് 10 + 14 ഓഫ് NPH. അപ്പോൾ ടോട്ടൽ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 24 യൂണിറ്റ്സ് ആണ് വേണ്ടിയത്, റൈറ്റ്? സോ നൗ ഐ എം ഗോയിങ് ടു ഡ്രോ NPH ആൻഡ് ഗെറ്റ് എ ടോട്ടൽ ഓഫ് 24 യൂണിറ്റ്സ്. ഞാൻ ഡ്രോ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. 24 യൂണിറ്റ്സ് എക്സാക്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഇൻസുലിൻ ഡ്രോ ചെയ്യേണ്ടത്. ഓക്കെ, ഡോണ്ട് പ്രിക്ക് യുവർ സെൽഫ് വിത്ത് ദിസ് നീഡിൽ. ഓക്കെ, ഇങ്ങനെ പല അബദ്ധങ്ങളും പല പ്രാവശ്യം നഴ്സസിന് പറ്റിയിട്ടുള്ളതാണ്. ദേ സെൽഫ് പ്രിക്ക് ദംസെൽസ്. സോ ബി കെയർഫുൾ നോട്ട് ടു പ്രിക്ക് യുവർ സെൽഫ്. ഓക്കെ, അപ്പം വാട്ട് ഐ യൂസ് ഇസ് ഇത് സ്കൂപ്പിംഗ് മെത്തേഡ് എന്ന് പറയും. സ്കൂപ്പിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അനക്കി ഇതേ ഇത്രേ ഉള്ളൂ പരിപാടി കണ്ട. ആൻഡ് ദെൻ ആഫ്റ്റർ യു ഫിനിഷ് ഗിവിങ് ദ ഇൻസുലിൻ യു ജസ്റ്റ് ഡിസ്കാർഡ് ദിസ് സിറിഞ്ച്. ഇത്രേ ഉള്ളൂ സംഭവം. സിമ്പിൾ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അതുപോലെ തന്നെ ലെറ്റ് മീ നോ വാട്ട് ടോപ്പിക്സ് യു വാണ്ട് മീ ടു കവർ
ഇൻ എൻക്ലിപ്സ് ഞാൻ ആ ടോപ്പിക്സ് കവർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഐ ഹാവ് പ്ലാൻസ് ഓൺ ഡൂയിങ് ക്വസ്റ്റ്യൻസ് ആസ് വെൽ. ഓക്കെ, എങ്ങനെ ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് എന്താണ്, ഐ വിൽ ബി ഡൂയിങ് ദാറ്റ് ഇൻ ഫ്യൂച്ചർ വീഡിയോസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ടിൽ ദെൻ, ബൈ ബൈ.